നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഫോട്ടോഷോപ്പിൽ രണ്ട് ടൂൾസിൻ്റെ ഉപയോഗങ്ങളാണ്. ഒന്ന് ലിക്വിഫൈ ടൂൾ ആണ്, അതൊരു ഫിൽട്ടർ ബേസ്ഡ് ടൂളാണ്. മറ്റൊന്ന് വാർപ്പിംഗ് ടൂൾ, അത് ട്രാൻസ്ഫോം ബേസ്ഡ് ടൂളാണ്. ഇത് രണ്ടിൻ്റെയും സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ട നടൻ കമൽഹാസൻ്റെ മകൾ ശ്രുതി ഹാസൻ്റെ ഒരു ഇമേജാണ്. നല്ലൊരു ഇമേജാണ്, നല്ല ഫോട്ടോഗ്രാഫിയാണ്, നല്ല ലൈറ്റിങ്ങും ഒക്കെയാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ ചെയ്യാൻ പോവുകയാണ്. ഈ നടിയുടെ ഈ കവിളിൻ്റെ ഈ ഭാഗത്തും അതുപോലെ ഈ ഭാഗത്തും രണ്ട് സൈഡിലും ഒരല്പം അകത്തേക്ക് കയറിയാണ് കാണപ്പെടുന്നത്. ഒരുപക്ഷെ ഈ നടിയുടെ കവിൾ അങ്ങനെ തന്നെയായിരിക്കും, അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ആംഗിളിൽ കാണുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതും ആകാം. എന്തായാലും അതിനൊരു ഭംഗിയുണ്ട്. എന്നാൽ ഞാനിവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ നടത്തി ഒരു ചെറിയ വ്യത്യാസം അതിന് വരുത്താൻ പോവുകയാണ്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായി ലിക്വിഫൈ ടൂൾ ആണ് എടുക്കുന്നത്. ഫിൽട്ടർ ലിക്വിഫൈ. അവിടെ ആ ഇമേജ് കുറച്ചുകൂടി വലുതാക്കി നോക്കുകയാണ്. ഇവിടെ ഇടതുവശത്ത് മുകളിൽ കാണുന്ന ടൂൾസ് ഉണ്ട്. അതിൽ ഫോർവേഡ് വാർപ്പ് ടൂൾ ആണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ബ്രഷ് സൈസ് വേണമെങ്കിൽ അല്പം കുറയ്ക്കാം. ലെഫ്റ്റ് ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് സൈസ് അല്പം കുറച്ചു. ഇനി ഇവിടെ ബ്രഷിൻ്റെ പ്രഷർ ഞാൻ അല്പം കുറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്. ഒരു 39-40 ഒക്കെ മതിയാവും. ഓക്കെ, ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ട് കിടക്കുന്നത് തന്നെ കിടന്നാൽ മതി. നമ്മളിപ്പോൾ അതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനിവിടെ പതുക്കെ ഇങ്ങനെ താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. ഈ ഏരിയയിൽ പതുക്കെ അവിടുത്തെ ആ ഇമേജിൻ്റെ ആ സ്കിൻ കുറേ താഴേക്ക് ഇങ്ങനെ വലിച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ സാധ്യമാകുന്നത്. ഒരല്പം മതിയാവും, കൂടുതലായാൽ അത് വൃത്തികേടാവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം കറക്റ്റായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അതുപോലെ ഈ സൈഡിലും എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെ വരുമ്പോൾ ഞാൻ ബ്രഷ് സൈസ് അല്പം കൂട്ടുകയാണ്. ഓക്കെ, അവിടെയും ഒരല്പം അകത്തേക്ക് കയറിയതായി നമുക്ക് തോന്നാം. ഇതൊരു മാനിപ്പുലേഷൻ മാത്രമാണ്. ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുന്നതും നല്ലതാണ്. ആ പടത്തിൻ്റെ ഭംഗിക്ക് അല്ലെങ്കിൽ ആ നടിയുടെ മുഖത്തിൻ്റെ ഭംഗിക്ക് യാതൊരു കുറവുമില്ല. ഇത് ഒരു ടൂൾ ഉപയോഗിച്ച് ചില മാനിപ്പുലേഷൻസ് എങ്ങനെ നടത്താം എന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തൊലിയുടെ സ്കിൻ ടോൺ പോകാതെ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അൺഡു ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് അകത്തേക്ക് കയറുമ്പോഴും കുറച്ച് പുറത്തേക്ക് തള്ളുമ്പോഴും ഉള്ള ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് അറിയാം. ഇവിടെ ഒരല്പം കൂടി മാറാനുണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി അതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും ലിക്വിഫൈ ടൂളിൽ പോകുന്നു. ഈ ഏരിയയിൽ ബ്രഷ് സൈസ് അല്പം കുറയ്ക്കുന്നു. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇതായിരുന്നു അതിൻ്റെ പൂർവ്വരൂപം. ഇപ്പോൾ നമുക്കിങ്ങനെ കാണാവുന്നതാണ്. രണ്ടും തെറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഈ പടത്തെ ചെറുതായി ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി മറ്റൊരു ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഇതേ പ്രവൃത്തി നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ ഈ പടം ഒന്ന് റിവേർട്ട് ചെയ്യുകയാണ്. റിവേർട്ട്. ഓക്കെ, ഞാൻ ആദ്യമായി സെലക്ഷൻ ടൂൾ ലാസോ ടൂളിൽ നിൽക്കുകയാണ്. ആ ടൂൾ ഉപയോഗിച്ച് ആ കവിളിൻ്റെ ഇത്രയും ഭാഗം ഞാനിങ്ങോട്ട് കോപ്പി ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ ഒരു ഫെദർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫെദർ ഒരു 3 കൊടുത്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലെയർ വയ കോപ്പി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് Ctrl+T അല്ലെങ്കിൽ Command+T കൊടുത്ത് അതിനെ വാർപ്പ് ടൂൾ ആക്കി മാറ്റുകയാണ്. ഇവിടെ നമ്മുടെ കൺട്രോൾ പാനലിൽ മുകളിലായി അതിനുള്ള ഒരു സിമ്പൽ ഉണ്ട്,
വാർപ്പ് ഇതാ. അതല്ലെങ്കിൽ ഞാൻ എൻ്റർ കൊടുക്കുന്നു, വീണ്ടും കൺട്രോൾ ടി കൊടുത്തു. വേണ്ട, കൺട്രോൾ ടിയുടെ ആവശ്യമില്ല. ഞാൻ എഡിറ്റിൽ പോകുന്നു, ട്രാൻസ്ഫോം, അതിൽ വാർപ്പ് ഉണ്ട്. ഇതാ, ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ആ പോയിന്റിൽ, സെൻട്രൽ പോയിന്റിൽ പിടിക്കുന്നു, ഒരല്പം താഴേക്ക് വലിക്കുന്നു. ഇതാ, ഇപ്പോൾ ആ ഇമേജിൻ്റെ ആ ഭാഗം താഴേക്ക് വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. ഇങ്ങനെ ഓക്കെ, അത് മതിയാവും. ഇപ്പോൾ നമുക്ക് അൺഡു ചെയ്ത് നോക്കാം. ഇതാ, ആ ഭാഗം ഓക്കെയാണ്. ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ലെയറിൽ പോകുന്നു. ഈ ഭാഗം ഒന്ന് ഇടതുവശം ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഒരു ഫെദർ കൊടുക്കുകയാണ്, 3 കൊടുത്തു, വീണ്ടും ലെയർ വയ കോപ്പി കൊടുക്കുകയാണ്. ഇനി അതും അതുപോലെ തന്നെ കൺട്രോൾ ടി അല്ലെങ്കിൽ കമാൻഡ് ടി കൊടുക്കുന്നു. ഇവിടെ കൺട്രോൾ പാനലിൽ വാർപ്പ് ഉണ്ട്. ഈ കോർണറിൽ ഇതാ ഇവിടെ ഞാൻ പിടിച്ച് തൽക്കാലം ഒരല്പം ഒന്ന് പുറത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കൊള്ളാം. ഇപ്പോൾ ഞാൻ അൺഡു ചെയ്ത് നോക്കുന്നു. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഇവിടെ താഴെയുള്ള ഈ വര അല്പം പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അതിനെയും നമുക്കൊന്ന് അകത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മാറിപ്പോയാൽ ഇമേജിൻ്റെ സ്വഭാവം മാറുന്നതാണ്. വീണ്ടും ഞാൻ അത് സെലക്ട് ചെയ്തു, ഫെദർ കൊടുത്തു, വീണ്ടും കൺട്രോൾ ടി അല്ലെങ്കിൽ കമാൻഡ് ടി, വീണ്ടും വാർപ്പ് ഇതാ, വീണ്ടും ആ പുറത്തേക്ക് തള്ളിയ ആ വരയെ വീണ്ടും ഞാൻ പഴയപടി തന്നെ ആക്കി ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് അൺഡു ചെയ്ത് നോക്കാം. ഇനി ഞാൻ 2 ലെയറുകളും ഒന്നാക്കുകയാണ്. അത് 2 ലെയറുകളും സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഇ അല്ലെങ്കിൽ കമാൻഡ് ഇ കൊടുത്തിട്ട് വീണ്ടും അത് അടച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഇതാ, ആ ലെയർ അടയ്ക്കുമ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് കാണാം. അതിൽ വരുത്തിയ മാറ്റം ആ ലെയർ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് അതിൻ്റെ പൂർവ്വരൂപം. ഇപ്പോൾ നമ്മൾ അത് മാറ്റിയതിന് ശേഷമുള്ള രൂപമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഇമേജ് നോക്കാം. ഇത് കരീന കപൂർ എന്ന നടിയുടെ ഒരു ഇമേജാണ്. ഈ ഇമേജ് നല്ല ഇമേജാണ്, പക്ഷേ ഇതിനൊരു ഓട്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരല്പം ഡിസ്റ്റോർട്ടഡായി, അല്പം മേലോട്ട് വലിഞ്ഞു പോയ മാതിരി തോന്നുന്നുണ്ട്. അല്പം കംപ്രസർ ആണെന്ന് തോന്നുന്നു. അതിനെ ഒന്ന് നേരെയാക്കാവുന്ന നമുക്ക് നോക്കാം. ഞാനതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കൺട്രോൾ ജെ അല്ലെങ്കിൽ കമാൻഡ് ജെ ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. എന്നിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഇതാ സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, എന്നിട്ട് ഒരു ഫെദർ കൊടുക്കുകയാണ്. ഇതാ 3 ഫെദർ കൊടുത്തു. എന്നിട്ട് കൺട്രോൾ ടി അല്ലെങ്കിൽ കമാൻഡ് ടി കൊടുത്തതിന് ശേഷം വാർപ്പ് തന്നെ എടുക്കുകയാണ്. ഇവിടെ ഒരു അല്പം വീതം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. ഇതാ, നമുക്ക് കാണാം അത് പുറത്തേക്ക് മാറുന്നത് കാണാം. വീണ്ടും ഈ സൈഡും അതുപോലെ തന്നെ കുറച്ച് മാറ്റേണ്ടതുണ്ട്. ഇത് കംപ്രസറായിപ്പോയ ഒരു ഇമേജാണ്. കുറച്ച് ഇതാ ഇങ്ങോട്ട് മാറ്റി, കുറച്ച് റൈറ്റ് സൈഡും വലിച്ചു മാറ്റി. ഇതാ ഇവിടെയും ഒരല്പം മാറ്റി, ഒരല്പം കൂടി ഈ സൈഡും മാറേണ്ടതുണ്ട്. ഇതാ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ്. ഞാൻ ഡീസെലക്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം പഴയ ഇമേജും പുതിയ ഇമേജും തമ്മിലുള്ള വ്യത്യാസം. ഇതാ, ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് പഴയ ഇമേജ്. ഇതാണ് പഴയ ഇമേജ്. ഒന്നുകൂടി വലുതാക്കി നോക്കാം. ഇത് പഴയ ഇമേജ്, ഇത് പുതിയ ഇമേജ്. ഇപ്പോൾ ആ വ്യത്യാസം പ്രകടമായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് വാർപ്പിംഗ് ടൂൾ ആൻഡ് ലിക്വിഫൈങ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ഇത് വാർപ്പിംഗ് ടൂൾ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ്. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.